അതായത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അപഹസിക്കുന്ന ആളുകളെ നീ കണ്ടാൽ, അത്തരം സദസ്സുകളിൽ നീ പോയാൽ, സദസ്സിൽ നമ്മൾ പോയി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് നമ്മൾ പോയി, അവിടെ ഇങ്ങനെ പരിഹസിക്കാണ് അള്ളാഹുവിനെ, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ, അല്ലെങ്കിൽ ഖുർആനെ, ഹദീസിനെ ഒക്കെ പരിഹസിക്കുന്ന അത് നമ്മൾ കണ്ടാൽ ഇനി അവരിൽ നിന്ന് തിരിഞ്ഞു കളയണം. അവര് ആ സംസാരം ഉപേക്ഷിച്ച് മറ്റ് സംസാരങ്ങളിലേക്ക് അവർ തിരിയുന്നത് വരെ, കടക്കുന്നത് വരെ നീ തിരിഞ്ഞു കളയണം. ഇനി നീ അവിടെ ഇരുന്നു, ഓർമ്മയില്ലാതെ ഇരുന്നു, പിശാജ് വൈമായുൻസിയെന്നൊക്കെ ശൈത്വാനും പിശാജ് നിന്നെ മറപ്പിച്ചു കളഞ്ഞാല്, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ എന്നുള്ളത് മറന്നുപോയാ എപ്പോഴാണോ നിനക്ക് ഓർമ്മ വരുന്നത്, അപ്പോ ഫലാത്ത് കൊഴുത് ബഅദ ദിക്റാമഅൽ ഖൗമിൽ ളാലിമീൻ, ആ ധിക്കാരികളായ അക്രമികളുടെ കൂടെ പിന്നെ നീ ഇരിക്കരുത്, അപ്പൊ അവിടുന്ന് സ്ഥലം വിടണം. അപ്പൊ ഇത്തരം ഇതിലൊക്കെ പോയാല്, നമ്മൾ ഇവിടുന്ന് പോകുമ്പോ നമുക്കറിയില്ല അവിടെ പാട്ടും കൂത്തും ഡാൻസും ഒന്നുള്ളത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ അവിടുന്ന് സ്ഥലം കാര്യമാക്കാം. ചിലപ്പം തിന്നാണ്ടിയും പോരേണ്ടി വരും. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح الأمة وكشف الله به الغمة وجاهد في الله حق جهاده حتى أتاه اليقين صلوات الله وسلامه عليه وعلى آله وصحبه ومن اهتدى بهديه واستنى بسنته إلى يوم الدين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوة والأخوات أوصيكم عباد الله وإياي بتقوى الله وأحثكم على طاعته وأحذركم من مخالفته وعصيان أمره وأستفتح بالذي هو خير. أعوذ بالله من الشيطان الرجيم وإذا رأيت الذين يخوضون في آياتنا فأعرض عنهم حتى يخوضوا في حديث غيره وإما ينسينك الشيطان فلا تقعد بعد الذكرى مع القوم الظالمين. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്കും നിരോധങ്ങൾക്കും വിധേയരായി മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളായ ഇബാദുകളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മുസ്ലിംകൾ പരസ്പരം പാലിച്ചു പോരേണ്ട കടമകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ നാം സംസാരിച്ചു തുടങ്ങിയത്. ഇമാം മുസ്ലിം റഹ്മഹുല്ല തന്റെ സ്വഹീഹിൽ 2162 നമ്പറായി ഉദ്ധരിച്ച ഹദീസിൽ പറയപ്പെട്ട 6 കടമകളിൽ ഒന്നാമത്തതിനെ സംബന്ധിച്ചാണ് നാം സംസാരിച്ചത്. വഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി.
ആ മുസ്ലിമായ സഹോദരനെ നീ കണ്ടുമുട്ടിയാൽ അവന് നീ സലാം ചൊല്ലുക. ഇതാണ് ഒന്നാമത്തെ കടമ. രണ്ടാമത്തെ കടമയായ വഇദാ ദഅക ഫഅജിബുഹു, ആ മുസ്ലിമായ വ്യക്തിയെ ക്ഷണിച്ചാൽ ആ ക്ഷണം നീ സ്വീകരിക്കുക എന്നതാണ് രണ്ടാമത്തെ കടമ. ഒരു മുസ്ലിമായ വ്യക്തി നമ്മെ ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കല് നമുക്ക് നിർബന്ധമാണ്, അതല്ലെങ്കിൽ സുന്നത്താണ്. നിർബന്ധമായിട്ടും വരും, സുന്നത്തായിട്ടും വരും. ഒരു മുസ്ലിമായ വ്യക്തി അവന്റെ വീട്ടിലേക്കോ അതല്ലെങ്കിൽ അവൻ നിർദ്ദേശിക്കുന്ന നിശ്ചയിക്കുന്ന സ്ഥലത്തേക്കോ നമ്മെ ക്ഷണിച്ചാൽ അവിടെ ഹാജരാകലും ആ സൽക്കാരത്തിൽ പങ്കെടുക്കലും ആ ക്ഷണിക്കപ്പെട്ടവന് ബാധ്യതയാണ്. നേരത്തെ നിങ്ങൾ കേട്ട ഹദീസ് പോലെ തന്നെ ഇമാം ബുഖാരി റഹ്മഹുല്ല 1164 നമ്പറായും ഇമാം മുസ്ലിം റഹ്മഹുല്ല 4022 നമ്പറായും ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ ഈ 6 കടമകളിൽപ്പെട്ട 5 എണ്ണം എണ്ണിയതായി കാണാം. ആ ഹദീസ് ഇപ്രകാരമാണ്: ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസുൻ റദ്ദുസ്സലാമി വഇയാദത്തുൽ മരീദി വത്തിബാഉൽ ജനായിസ് വഇജാബത്തുദ് ദഅവ വതശ്മീതുൽ ആതിസ്. സലാം മടക്കൽ, നമ്മൾ സലാം ചൊല്ലലാണ് നേരത്തെ പറഞ്ഞത്. സലാം മടക്കൽ, കാരണം സലാം മടക്കല് ചൊല്ലല് സുന്നത്താണെങ്കിൽ മടക്കൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഈ ഹദീസിൽ അങ്ങനെ വന്നത്. സലാം മടക്കൽ, രോഗിയെ സന്ദർശിക്കൽ, ജനാസയെ അനുഗമിക്കൽ, തുമ്മിയാൽ യർഹമുക്കല്ലാ, അതായത് തുമ്മിയ വ്യക്തി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ യർഹമുക്കല്ലാ എന്ന് പറയൽ. ഈ 5 കാര്യങ്ങളാണ്. ഈ 2 ഹദീസുകളിലും പരാമർശിക്കപ്പെട്ട കാര്യമാണ് ഇജാബത്തു ദഅവ, ക്ഷണം സ്വീകരിക്കൽ. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ തമ്മിലുള്ള കടമകളിൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു കടമയാണ് ക്ഷണിച്ചാൽ സ്വീകരിക്കുക എന്നത്. എന്നാൽ ഒരു മുസ്ലിമായ വ്യക്തി മറ്റൊരു മുസ്ലിമിനെ ക്ഷണിച്ചാൽ അത് സ്വീകരിക്കുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ചില നിബന്ധനകൾ നിഷ്കർഷിച്ചിട്ടുണ്ട്. സൽക്കാരങ്ങളെ 2 ആയിട്ടാണ് ഉലമാക്കൾ തരംതിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് വലീമത്തുൽ ഉർസ്, വിവാഹ സൽക്കാരം. ശരഈയായ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കൽ നിർബന്ധമാണ് എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഐച്ഛികമാണ്, സുന്നത്താണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുമുണ്ട്. അബൂ ഹുറൈറയിൽ നിന്നും നിവേദനം ചെയ്യപ്പെട്ട മുത്തഫഖുൻ അലൈഹായ ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു: ശർറു തആമി തആമുൽ വലീമ യുംനഉഹാ മൻ യഅതീഹാ വയുദ്ആ ഇലൈഹാ മൻ യഅബാഹ വമൻ ലം യുജിബ് ദഅവ ഫഖദ് അസല്ലാഹ വറസൂല. ഏറ്റവും മോശപ്പെട്ട ഭക്ഷണം വിവാഹ സൽക്കാരത്തിന്റെ ഭക്ഷണമാണ്. എങ്ങനത്തെ സൽക്കാരമാണത്? യുംനഉഹാ മൻ യഅതീഹാ, അതിലേക്ക് വരുന്നവർ എന്ന് പറഞ്ഞാൽ അതിൽ പങ്കെടുക്കാൻ അർഹതയുള്ള ആളുകൾ, അവരെ അത് തടയപ്പെടും. അവരെ വിളിക്കൂല. സാധാരണ പാവപ്പെട്ട ആളുകളൊക്കെ ആണെങ്കിൽ ഭക്ഷണത്തിന് ആഗ്രഹമൊക്കെ ഉള്ള ആളുകൾ അവരെ വിളിക്കൂല. വയുദ്ആ ഇലൈഹാ മൻ യഅബാഹ, അതിൽ വരാൻ വിസമ്മതിക്കുന്ന ആളുകൾ, എല്ലാ മനസ്സോടുകൂടെ വരിക, അതല്ലെങ്കിൽ ഇപ്പൊ അവിടെയും പോണല്ലോ എന്ന നിലയിലുള്ള ചില ആളുകൾ, അവരെ ക്ഷണിക്കുകയും ചെയ്യും. അത്തരം സൽക്കാരങ്ങളിൽ ഒരുക്കിയ ഭക്ഷണമാണ് ഏറ്റവും മോശപ്പെട്ട ഭക്ഷണം. ചുരുക്കി പറഞ്ഞാൽ കാര്യപ്പെട്ടവരെ മാത്രം, കാര്യപ്പെട്ടവർ നമ്മൾ കണക്കാക്കുന്നവർ കേട്ടോ, കാര്യപ്പെട്ടവർ സാലിഹ്യങ്ങളായ മനുഷ്യരാ.
അവർ കാണാനൊന്നും ചെയ്യലും ചുരുക്കൊന്നും ഇല്ലെങ്കിലും. പക്ഷെ ഇന്ന് ജനമധ്യത്തിൽ കാര്യപ്പെട്ടവർ എന്ന് കണക്കാക്കുന്ന വിഭാഗമുണ്ടല്ലോ, അവരെ വിളിക്കും. അവരവിടെ ഒരു ചടങ്ങ് എന്നുള്ള നിലയിൽ വരും. അവർക്ക് ഭക്ഷണം ഒന്നാമത് കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല, അതല്ലെങ്കിൽ അവർക്ക് അതിനോട് അത്ര താല്പര്യം ഉണ്ടാവില്ല, എല്ലാ ദിവസവും കഴിക്കുന്നവരായിരിക്കും. നേരെ മറിച്ച് അത് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്, അവരെ വിളിക്കൂല. അപ്പൊ അതിനാണ് ഏറ്റവും മോശപ്പെട്ട ഭക്ഷണം എന്ന് ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് ആ ഹദീസിന്റെ അവസാനത്തിൽ പറയാണ്, വമല്ലം യുജിബ് ദഅവ ഫഖദ് അസല്ലാഹ വറസൂല. ആരെങ്കിലും ക്ഷണം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ക്ഷണിച്ചത് അതിന് ഉത്തരം അവൻ അവിടെ ചെന്ന് അതിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ഫഖദ് അസല്ലാഹ വറസൂല, അവൻ അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചു. ഈ ഹദീസിന്റെ പശ്ചാത്തലത്തിലാണ് വിവാഹ സൽക്കാരത്തിന് പങ്കെടുക്കൽ നിർബന്ധമാണ് എന്ന് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ഇനം സൽക്കാരങ്ങളിൽ രണ്ടാമത്തെ ഇനം വിവാഹേതര സൽക്കാരങ്ങളാണ്. ഇപ്പോൾ വീട് കൂടിയിരിക്കുമ്പോൾ അതല്ലെങ്കിൽ മറ്റു വല്ല നിലയിൽ അഖീഖത്ത് പോലത്തെ കാര്യങ്ങളൊക്കെ, അതല്ലെങ്കിൽ വെറുതെ ഒരാൾ വിളിക്കുക ഭക്ഷണം കൊടുക്കാനെന്ന് കുറച്ച് ആളുകളൊക്കെ വരുന്നുണ്ട്, അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് ക്ഷണിക്കാം. അത്തരം സൽക്കാരങ്ങളാണ്. ആ സൽക്കാരങ്ങളിൽ പങ്കെടുക്കൽ ഐച്ഛികമാണ്, സുന്നത്താണ്, നിർബന്ധമില്ല. എന്നാൽ ഈ നിർബന്ധമായതാവട്ടെ സുന്നത്തായതാവട്ടെ ഈ സൽക്കാരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിന് പണ്ഡിതന്മാര് ചില നിബന്ധനകൾ നിശ്ചയിച്ചിട്ടുണ്ട്, ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ. അശേഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ അദ്ദേഹം രേഖപ്പെടുത്തിയ ചില നിബന്ധനകളുണ്ട്. അതിൽ ഒന്നാമത്തേത്, സൽക്കാരം നടക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും മുൻകറാത്ത് മതവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ആ സൽക്കാരം നടക്കുന്ന സ്ഥലത്ത് മതവിരുദ്ധമായ കാര്യങ്ങൾ, ചിലപ്പം പാർക്കിയായിരിക്കും, അവിടെ ലഹരി പദാർത്ഥങ്ങളൊക്കെ വിതരണം ചെയ്യുന്നുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള സദസ്സ്, അങ്ങനെയുള്ള സൽക്കാരാണെങ്കിൽ അതിൽ പങ്കെടുക്കാൻ പാടില്ല. അതിനി വിശദമായിട്ട് പറയുന്നുണ്ട്. അതല്ലെങ്കിൽ ഭക്ഷണമൊന്നും അല്ലാത്ത, അവിടെ വിളമ്പുന്ന ഭക്ഷണത്തിൽ പെടാത്ത മുൻകറാത്തുണ്ടാവും. പാട്ടും കൂത്തും ഡാൻസും കൂടിക്കരലും ഔറത്ത് മറക്കാത്ത സ്ത്രീകൾ യഥേഷ്ടം ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഇടയിൽ കൂടിയൊക്കെ അങ്ങനെ നടന്നു പോവുക. പരിപൂർണ 100% അത് ഒഴിവാക്കി നമുക്ക് പോകാൻ കഴിയില്ല, വേണ്ടത് അതാണ്. പക്ഷെ ചിലപ്പോൾ ഒരു പക്ഷേ അതിനേക്കാൾ വലിയ ആപത്ത് അതുകൊണ്ടുണ്ടാവും. നമ്മുടെ വളരെ രക്തബന്ധത്തിലുള്ളവരുമായിട്ട് അങ്ങേയറ്റം തെറ്റും. അത് അതിനേക്കാൾ ആപത്താണ് വരുന്നതെങ്കിൽ ഒന്ന് മുഖം കാണിക്കാൻ പോയി നമ്മൾ സൂക്ഷിച്ചിട്ട് അതിലൊക്കെ പങ്കെടുത്തിട്ട് ഇങ്ങോട്ട് പോരാ. അതാണ് ചെയ്യേണ്ടത്. അവിടെയൊക്കെ നമ്മൾ യുക്തി വളരെ ബുദ്ധിപൂർവം സമീപിക്കണം. മുൻകറാത്തുള്ള സ്ഥലമാണെങ്കിൽ, നിഷിദ്ധമായ മതവിരുദ്ധമായ കാര്യങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുന്ന അത്തരം പാർട്ടികളാണെങ്കിൽ, അതിനെ തടയാൻ കഴിവുള്ളവനാണെങ്കിൽ, അതിനെ തടഞ്ഞിട്ട് പറഞ്ഞു നിർത്താൻ കഴിവുള്ള ആളാണെങ്കിൽ, നമ്മുടെ കുടുംബത്തൊക്കെ നമുക്ക് സ്വാധീനമുള്ള ചില വീടുകളൊക്കെ ഉണ്ടാവും, അവിടെയാണെങ്കിൽ അവൻ അവിടെ പോവുകയും വേണം, അതിനെ തടയുകയും വേണം, അതിൽ പങ്കെടുക്കുകയും വേണം. അതവന് നിർബന്ധം. അതല്ല ഞാൻ അവിടെ അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ അപ്പം അത് പറയാൻ പോണില്ല, ഇവൻ പറഞ്ഞാൽ കേൾക്കുന്ന അവന് ബോധ്യമുണ്ട്, അതോടുകൂടെ അവൻ പങ്കെടുക്കാതിരിക്കുക, അത് ചെയ്യാൻ പാടില്ല. അവൻ പോണം, അത് തടയണം. അങ്ങനെ കഴിവുള്ള ആളുകളുണ്ടാവും, അപ്പം അത് തടയലാണ്. അപ്പം അവന് 2 ഫലമുണ്ട്. എന്താണ്? പിന്നെ മയ്യറാമിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദി എന്ന് പറയുന്ന ആ ഹദീസിൽ പറഞ്ഞ ആ പ്രതിഫലം കിട്ടും, സൽക്കാരത്തിൽ പങ്കെടുത്ത പ്രതിഫലം കിട്ടും. എന്നാൽ തടയാൻ കഴിയില്ല. ഈ മുൻകറാത്ത് അതിൽ നിന്ന് രക്ഷപ്പെട്ട് അവിടുന്ന് പോരാൻ പറ്റൂല. അത്തരം സന്ദർഭങ്ങളിൽ ആ സൽക്കാരങ്ങളിൽ പങ്കെടുക്കൽ ഹറാമുമാണ്. രണ്ടാമത്തെ നിബന്ധന, ക്ഷണിച്ചവൻ ഒഴിവാക്കപ്പെടാൻ അർഹനല്ലാത്ത
ആളായിരിക്കണം. ഒഴിവാക്കപ്പെടാൻ അർഹത, ചിലർ ഒഴിവാക്കൽ നിർബന്ധമായിരിക്കും. ഉദാഹരണത്തിനായി പരസ്യമായിട്ട് പാപം ചെയ്യുന്ന ആൾ, പരസ്യമായി മദ്യപിക്കുക അല്ലെങ്കിൽ പലിശ വാങ്ങുക, ഇതൊക്കെ പരസ്യമായിട്ട് ഏതെങ്കിലും രൂപത്തിൽ എങ്ങനെയെങ്കിലും അയാളുടെ കച്ചവട സംബന്ധമായിട്ട് അയാൾ അറിയാണ്ടും അറിഞ്ഞുകൊണ്ടും ഒക്കെ വരുന്ന, അതും തെറ്റാണ്. പക്ഷെ അതങ്ങനല്ല. പലിശക്ക് പണം കൊടുക്കുക, അത് മേടിക്കുക, ഇതൊക്കെ ചെയ്യുന്ന പരസ്യമായിട്ട്, അല്ലെങ്കിൽ പരസ്യമായിട്ട് മദ്യപിക്കുന്ന ആൾ, അല്ലെങ്കിൽ നിസ്കാരം ഒഴിക്കുന്ന ആൾ, എന്ത് പറഞ്ഞാലും പള്ളിയിൽ കയറൂല, അങ്ങനത്തെ ആള്. അവിടെ അങ്ങനത്തെ ആള് ഒഴിവാക്കപ്പെടാൻ അർഹതയില്ലാത്ത ആളായിരിക്കണം. ഇവനൊക്കെ നമുക്ക് ഒഴിവാക്കാം, ഇത്തരം ആളുകളെ. മൂന്നാമത്തെ നിബന്ധന, ക്ഷണിച്ചവൻ മുസ്ലിം ആയിരിക്കണം. അമുസ്ലിമിന്റെ ക്ഷണം സ്വീകരിക്കൽ നമുക്ക് നിർബന്ധമോ സുന്നത്തോ ഇല്ല. കാരണം എന്താ? ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിം എന്നാണ് ഹദീസിൽ പറഞ്ഞത്. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിം, രണ്ട് ഹദീസിലും അങ്ങനെ. മുസ്ലിമിന് മുസ്ലിമിനോടുള്ള കടമാണ്. അതുകൊണ്ട് തന്നെ ആ മുസ്ലിം അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. നാലാമത്തത്, സൽക്കാരത്തിന് ഒരുക്കിയ ഭക്ഷണം ഹലാലാവണം. ഹലാലായ ഭക്ഷണമാവണം. ഉദാഹരണമായിട്ട് വരന്റെ അടുത്തുനിന്ന്, അല്ല പെണ്ണിന്റെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് പുതിയാപ്പള്ള കല്യാണമാണ്, ആണിന്റെ കല്യാണമാണ്, നല്ല കാശ് മേടിച്ചിട്ടുണ്ട്, ഒരു 5 ലക്ഷം ഉറുപ്പിയും വാങ്ങി മൂപ്പര് നന്നായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയതാണ്. നമുക്കറിയാം, അറിഞ്ഞില്ലെങ്കിൽ നിവൃത്തിയില്ല, നമ്മളത് ചികഞ്ഞ് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പരസ്യമായിട്ടും അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അപ്പം അത് ഒരു ഹലാലായ ഭക്ഷണം അല്ല. അതല്ലെങ്കിൽ വേറെ മറ്റുള്ള വല്ല ഹറാമായ വല്ല അബ്കാരി ബിസിനസ്സൊക്കെ ആയിട്ട് ബന്ധമുള്ള ആള് ആണ്. അപ്പോൾ അയാളുടെ ആ ഭക്ഷണം അത് നമുക്ക് ഇതല്ല, അത് ഹറാമായ ഭക്ഷണമാണ്, അതിൽ നിന്നുണ്ടാക്കുന്നതാണ്. നമ്മൾ അറിയാത്തതാണെങ്കിൽ കുഴപ്പമില്ല. ഏതുപോലെ ഇപ്പോൾ നമ്മളൊരാളെ നിസ്കാരത്തിൽ തുടരും പോലെ, അയാൾ ഖുറാഫിയാണോ എന്താണെന്നൊന്നും നമുക്കറിയില്ല. നമ്മളിങ്ങനെ വഴിയാത്രയിൽ പോകുമ്പോൾ ഒരു പള്ളിയിൽ കയറി ഇഖാമത്ത് കൊടുത്തു. അവിടെ ആ ഇഖാമത്തിൽ ഏതായാലും ശിർക്കിന്റെ വചനങ്ങളൊന്നുമില്ലല്ലോ. നമ്മളവിടെ കയറി നിസ്കരിച്ചു. പിന്നെ അവിടെ നമ്മൾ ചൂന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല. അതേ പ്രകാരം തന്നെ ഒരാൾ നമ്മളെ വിളിച്ചു, അയാളുടെ കാര്യങ്ങൾ അറിയില്ല. ഒരു മുസ്ലിമിന്റെ അസൽ എന്താണ്? അവൻ ഹലാലായ ഭക്ഷണേ കഴിക്കൂ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അസലിനെ കണക്കാക്കിയിട്ട് അടിസ്ഥാനപരമായി ഒരു മുസ്ലിം ഹലാലായ ഭക്ഷണേ ഒരാൾക്ക് കൊടുക്കുകയും ചെയ്യുള്ളൂ, അവൻ കഴിക്കുകയും ചെയ്യുള്ളൂ. ആ നിലക്ക് അറിയാത്തതാണെങ്കിൽ പോകാം. നേരെ മറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഇവൻ ഉണ്ടാക്കിയ ഭക്ഷണം ഹറാമാണെന്ന് അറിഞ്ഞാൽ നമ്മൾ പോകാൻ പാടില്ല. അഞ്ചാമത്തെ കാര്യം, ക്ഷണം സ്വീകരിക്കുന്നത് കൊണ്ട് ഈ ക്ഷണിക്കപ്പെട്ട വ്യക്തിക്ക് നിർബന്ധമായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടി വരിക. അപ്പൊ നിസ്കാരം സമയത്തിന് നിസ്കരിക്കാൻ പറ്റൂല അവിടെ പോയാൽ, അപ്പൊ പോകാൻ പാടില്ല. അതേ പ്രകാരം അതല്ലെങ്കിൽ അവന്റെ പിതാവോ മാതാവോ അതിന് ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ പിന്നെ രോഗികളായിട്ട് അവരെ പരിചരിക്കൽ അവന് നിർബന്ധമാണ്. അപ്പൊ ഇവിടെ പോയാൽ ഇവരുടെ കാര്യം കഷ്ടത്തിലാവും. അങ്ങനെ വരുമ്പോഴും പോകേണ്ടതില്ല. ആറാമത്തെ കാര്യം, ക്ഷണിക്കപ്പെട്ടവൻ ഈ ക്ഷണം സ്വീകരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഉപദ്രവം ഏൽക്കുക. അവിടെ ചെന്നാൽ തല്ലും പിടിയൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവന് ദേഹത്തിനോ അല്ലെങ്കിൽ മാനസികമായിട്ടോ അവന്റെ അഭിമാനത്തിനോ ഒക്കെ ക്ഷതം ഏൽക്കേണ്ട കാര്യങ്ങളൊക്കെ വന്നാൽ അപ്പോ അതിൽ ഇവൻ പങ്കെടുക്കേണ്ട കാര്യമില്ല. അപ്പൊ അതിനൊക്കെ തടഞ്ഞ് നിൽക്കാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല, അതല്ലെങ്കിൽ പോകേണ്ടതില്ല. ഏഴാമത്തെ കാര്യം, ചിലരെ മാത്രമായി ക്ഷണിക്കുക, ചിലരെ ഒഴിവാക്കുക. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ആളെയൊക്കെ വിളിക്കുക, അല്ലെങ്കിൽ കുടുംബങ്ങളിൽ ചില ആളുകളെ വിളിക്കുക, ചില കുടുംബങ്ങളിലെ വിളിക്കാതിരിക്കുക അവൻ തന്നെ. അപ്പൊ അങ്ങനെ അതിൽ പങ്കെടുക്കാൻ അർഹതയുള്ള ആളുകളിലെ പ്രത്യേക കാരണമൊന്നുമില്ലാതെ, കാരണം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. അപ്പൊ അയാൾക്ക് വലിയ ബഡ്ജറ്റൊന്നും ഉണ്ടാവില്ല, അപ്പൊ അകന്ന ആളുകളിലൊന്നും ക്ഷണിച്ചുണ്ടാവില്ല, അയൽവാസികളിലൊക്കെ മാത്രമേ ക്ഷണിച്ചുണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഒരേ ഗ്രേഡിൽപ്പെട്ട എല്ലാവരും ക്ഷണിക്കണം, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെങ്കിൽ. അവന്റെ മോളുടെ കല്യാണത്തിന് എന്നെ വിളിച്ചില്ല, ആയതുകൊണ്ട് ഞാൻ അവനെയും വിളിക്കണില്ല, അത് പറ്റൂല. അവൻ ആദ്യം വിളിക്കണം. അവൻ വിളിക്കാത്തത് അവന്റെ തെറ്റ്. പിന്നെ നമ്മൾ നേരത്തെ പോയി വിളിക്കണം. അതല്ലെങ്കിൽ അവനെ വിളിച്ചിട്ട് അവൻ ഇവിടെ പങ്കെടുത്തില്ല,
അപ്പൊ അതുകൊണ്ട് അവൻ വിളിച്ചാൽ ഞാനും പങ്കെടുക്കുന്നില്ല. ചില ആളുകളുണ്ട്, ഇപ്പൊ നമ്മൾ ചായയൊക്കെ കൊടുത്താൽ ഇത് എന്തെങ്കിലും ചെറിയ സൗന്ദര്യപ്പെടുക്കണ്ട, എനിക്കൊന്നും വേണ്ട, 2 മോന്തയൊക്കെ കയറ്റിയിട്ട് ചായ ഒന്നും കുടിക്കാണ്ട് പോകും. അവന്റെ വീട്ടിൽ പോയാൽ അപ്പം നമ്മൾ 2 ഗ്ലാസ് കുടിക്കണം. അവൻ അന്ന് ഇവിടെ വന്നിട്ട് ചായ കുടിച്ചിട്ടില്ല, അവൻ മോന്തയും കയറ്റി പോയതാണെന്ന് വിചാരിച്ചിട്ട് എന്നാ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. നമ്മളൊക്കെ അങ്ങനെ ചെയ്യാം. അവിടുന്ന് ചായ വേണോ, ചായ തന്നാൽ കുടിക്കുന്നതിന് 2 ഗ്ലാസ് കുടിക്കും, ചിലപ്പം വേണ്ടി വരുമല്ലോ, എന്നാലും കുടിക്കും. അപ്പൊ അത് അവന് കൊടുക്കുന്ന ഒരു ശിക്ഷയും കൂടിയാണ്. അതുകൊണ്ട് കൂടെ ഒരു പക്ഷെ അവൻ നന്നാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്, വാശി പിടിച്ചിട്ട് അവൻ അങ്ങനെ ചെയ്തോ, എന്നാ നമ്മൾ ആ വഴിക്കേ പോണ്ട. അന്ന് എന്ത് ചെയ്യുക, കുറച്ച് അരിയും മാംസമൊക്കെ കൊണ്ടുവന്നിട്ട് വീട്ടിൽ തന്നെയാണ് ബിരിയാണി വെക്കുക, കുട്ടികൾക്കൊക്കെ വെച്ചു കൊടുക്കുക, എന്നിട്ട് അതിന് പോകാതിരിക്കുക. അതൊക്കെ തെറ്റാണ്. അപ്പൊ ഇതില് ഈ 7 കാര്യങ്ങൾ പറഞ്ഞതിൽ ഏറ്റവും നമ്മൾ പരിഗണിക്കേണ്ടത് മുങ്കറാത്താണ്. അവിടെ മതവിരുദ്ധമായ കാര്യങ്ങൾ നടമാടുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഗൗരവത്തിൽ കണക്കിലെടുക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. അതിനെ നമുക്ക് തടയാൻ കഴിയുമെങ്കിൽ തടയലും അവിടെ പോകലും പങ്കെടുക്കലും നമുക്ക് നിർബന്ധമാണ്. തടയാൻ കഴിയില്ല, ആ മുങ്കറാത്തിൽ നിന്ന് പരിപൂർണമായി രക്ഷപ്പെട്ട് നമുക്ക് പോരാൻ പറ്റൂല. എങ്ങോട്ട് തിരിഞ്ഞാലും എന്തായാലും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ പോകാതിരിക്കുക. അതല്ലെങ്കിലോ എവിടെങ്കിലും വല്ല, ഇപ്പൊ ഞാനൊക്കെ പോയിട്ട് ചില ഇതിന്റെ ഉള്ളിൽ ഒളിച്ചിരുന്നുണ്ട്. കാരണം പറ്റാണ്ട് ഒരു സ്ഥലത്ത് ഒരു ഓഡിറ്റോറിയത്തിൽ ചെന്നപ്പോൾ അവിടെ ഒരു ആനയുടെ പ്രതിമ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ആനയുടെ പ്രതിമ കാണിച്ചാൽ പ്രതിമ നമുക്ക് വളരെ ഇതാണല്ലോ. അപ്പൊ ഞാൻ അതിന്റെ പിന്നിൽ ഒളിച്ചിരുന്നു. അതവിടെ നമ്മൾ വെച്ചതല്ല. കാരണം എന്താ വെച്ചാൽ അവിടുന്ന് രക്ഷപ്പെടണം. അങ്ങനെ ഭക്ഷണം വിളമ്പാൻ തുടങ്ങിയപ്പോൾ നേരെ പോയിരുന്നിട്ട് പതുക്കെ ആരോടും യാത്രയൊന്നും പറയാണ്ട് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നു. കാരണം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ദൂര സ്ഥലത്താണ്, അറിയില്ല, അവിടെ ഇല്ലാത്തതൊന്നുമില്ല. തലയും താഴ്ത്തിയിരുന്നു, ഈ മുണ്ടൊക്കെ കയ്യിലുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അങ്ങനത്തെ ചില സ്ഥലത്ത് നമ്മൾ ചെന്നുപെടും. ചിലപ്പോൾ നമ്മൾ വലിയ ഈ പരിചയമില്ല, അയാൾക്കും ഈ വീട്ടുകാരനും നിയന്ത്രിക്കാൻ പറ്റൂല. അയാളൊരു പാവപ്പെട്ട മനുഷ്യനാണ്, ഒരു വയസ്സായ ആളാണ്, അയാൾക്കൊന്നും ചെയ്യാൻ പറ്റൂല. ലൂത്ത് നബി അലൈഹി ഇസ്ലാം പറഞ്ഞ മാതിരിയാണ്, എനിക്കൊരു ഗതിയില്ല എന്ന് പറഞ്ഞില്ലേ. ജനങ്ങള് പിന്നെ വളരെ മോശമായ സമീപനം അവരിൽ നിന്നുണ്ടായ സന്ദർഭത്തിൽ അപ്പൊ അതേ പ്രകാരം ചിലപ്പം പറ്റും. അപ്പൊ അതൊക്കെ നമുക്ക് മുൻകൂട്ടി അറിയെങ്കിൽ നമ്മൾ പോകാതിരിക്കാം. അപ്പൊ ഈ മുൻകറാത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. സൂറത്തുൽ അൻആമിലെ സൂറത്തുൽ ഫുർഖാനിലെ 72-ാം വചനം ഇബാദുർ റഹ്മാന്റെ അടയാളങ്ങൾ, ഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗന എന്ന് തുടങ്ങുന്ന അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളുടെ സ്വഭാവങ്ങൾ വിവരിക്കുന്നുണ്ട് സൂറത്തുൽ ഫുർഖാന്റെ അവസാന ഭാഗത്ത്. അതിൽ 72-ാം വചനം വല്ലദീന ലാ യശ്ഹദൂന സൂറ വഇദാ മറൂ ബില്ലഗ്വി മറൂ കിറാമ. ഇവിടെ സൂറിൽ അവര് സന്നിഹിതരാവൂല എന്നാണ്. കള്ളസാക്ഷി പറയില്ല എന്നാണ് അതിന്റെ ഡയറക്റ്റ് മീനിങ്. പക്ഷേ അൽ ഫഖ്റുർ റാസി തന്റെ തഫ്സീറുൽ കബീറിൽ പറയുന്നത് അഅയാദുൽ മുശ്രിക്കീന വ മജാമിഉൽ ഫുസാഖ് എന്നാണ്. അങ്ങനെയും ഒരു തഫ്സീർ അതിനുണ്ട്. ബഹുദൈവ ആരാധകരുടെ ഉത്സവങ്ങൾ, അതേപ്രകാരം തെമ്മാടികളായ ആളുകൾ പങ്കെടുക്കുന്ന സദസ്സ്, ഇതിൽ രണ്ടിലും ഹാജരാവാത്തവരാണ് ഇബാദുർ റഹ്മാൻ. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ അത്തരം വേദികളും അത്തരം ആഘോഷങ്ങളും അതല്ലെങ്കിൽ സൽക്കാരങ്ങളും ഒക്കെ ആണെങ്കിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല. മാത്രമല്ല സൂറത്തുൽ അൻആമിലെ 68-ാം വചനം വഇദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാതിനാ ഫഅരിദ് അൻഹും ഹത്താ യഖൂദൂ ഫീ ഹദീസിൻ ഗൈരി വഇമ്മാ യുൻസിയന്നക ശൈത്വാനു ഫലാ തഖഉദ് ബഅദ ദിക്റാ മഅൽ ഖൗമിൽ ളാലിമീൻ. അതായത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അപഹസിക്കുന്ന ആളുകളെ നീ കണ്ടാൽ, അത്തരം സദസ്സുകളിൽ നീ പോയാൽ, ഒരു സദസ്സിൽ നമ്മൾ പോയി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് നമ്മൾ പോയി, അവിടെ ഇങ്ങനെ
പരിഹസിക്കാണ് അള്ളാഹുവിനെ, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ, അല്ലെങ്കിൽ ഖുർആനെ, ഹദീസിനെ ഒക്കെ പരിഹസിക്കുന്ന അത് നമ്മൾ കണ്ടാൽ നീ അവരിൽ നിന്ന് തിരിഞ്ഞു കളയണം. അവര് ആ സംസാരം ഉപേക്ഷിച്ച് മറ്റ് സംസാരങ്ങളിലേക്ക് അവർ തിരിയുന്നത് വരെ, കടക്കുന്നത് വരെ നീ തിരിഞ്ഞു കളയണം. ഇനി നീ അവിടെ ഇരുന്നു, ഓർമ്മയില്ലാതെ ഇരുന്നു, പിശാജ് വൈമാ യുൻസിയെന്നൊക്കെ ശൈത്വാനും, പിശാജ് നിന്നെ മറപ്പിച്ച് കളഞ്ഞാൽ, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ എന്നുള്ളത് മറന്നുപോയാ, എപ്പോഴാണോ നിനക്ക് ഓർമ്മ വരുന്നത് അപ്പോ ഫലാത്ത് കൊഴുത് ബഅദ ദിക്റാമഅൽ ഖൗമിൽ ളാലിമീൻ, ആ ധിക്കാരികളായ അക്രമികളുടെ കൂടെ പിന്നെ നീ ഇരിക്കരുത്, അപ്പൊ അവിടുന്ന് സ്ഥലം വിടണം. അപ്പൊ ഇത്തരം ഇതിലൊക്കെ പോയാൽ, നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമുക്കറിയില്ല അവിടെ പാട്ടും കൂത്തും ഡാൻസും എന്നുള്ളത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ അവിടുന്ന് സ്ഥലം കാര്യമാക്കാം. ചിലപ്പം തിന്നാണ്ടിയും പോരേണ്ടി വരും. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. മേൽ പറയപ്പെട്ട നിബന്ധനകൾക്ക് വിധേയമായി ഒരു മുസ്ലിമായ മനുഷ്യൻ ക്ഷണിച്ചാൽ അത് സ്വീകരിക്കണം. പണക്കാരെ മാത്രം ക്ഷണിക്കുകയും പാവപ്പെട്ടവരെ ഒഴിവാക്കുകയും ചെയ്യുന്ന സൽക്കാരങ്ങൾ ഗുണകരമല്ല, ഏറ്റവും മോശമായ സൽക്കാരമാണ്, ഏറ്റവും മോശപ്പെട്ട ഭക്ഷണമാണെന്ന് നേരത്തെ പറഞ്ഞില്ലേ. മാത്രമല്ല, അബൂ ഹുറൈറയിൽ നിന്നും നിവേദനം ചെയ്യപ്പെട്ട മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു കാന യഖൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ബിഇസ തആമു തആമുൽ വലീമ, ഏറ്റവും ചീത്തയായ ഭക്ഷണം വിവാഹ സൽക്കാരത്തിന്റെ വലീമത്തിന്റെ ഭക്ഷണമാണ്. യുദ്ആ ഇലൈഹിൽ അഗ്നിയാഉ, അതിലേക്ക് അഗ്നിയാക്കളെ പണക്കാരെ ക്ഷണിക്കും. വയുത്രകുൽ മസാക്കീനു, പാവപ്പെട്ടവരെ പാവങ്ങളെ ഒഴിവാക്കുകയും ചെയ്യും. അങ്ങനത്തെ ഭക്ഷണമാണ് ഏറ്റവും മോശപ്പെട്ട ഭക്ഷണം, സൽക്കാരത്തിന്റെ ഭക്ഷണം. എന്നിട്ട് അതിന്റെ ശേഷം പറയുന്നു, ഫമല്ലൻ യഅതി ദഅവ ഫഖദ് അസല്ലാഹ വറസൂല, ആരെങ്കിലും ക്ഷണം സ്വീകരിച്ച് അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ഫഖദ് അസല്ലാഹ വറസൂല, അവൻ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിച്ചു. ഈ ഹദീസുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ വലീമത്തിൽ, വിവാഹ സൽക്കാരത്തിന്, വിവാഹ സൽക്കാരം എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് കാണുന്ന സൽക്കാരമല്ല, അത് വിവാഹം കഴിഞ്ഞിട്ടാണ് വലീമത്ത്, അത് പുരുഷനാണ് കൊടുക്കേണ്ടത്. അത് വേറൊരു വിഷയമാണ്, അത് വിശദീകരിച്ച് പറയേണ്ടതാണ്. അപ്പൊ അത്തരം വലീമത്തുകളിൽ ശറയിൽ അനുവദിക്കപ്പെട്ട വിവാഹ സൽക്കാരത്തിന് നമ്മൾ പങ്കെടുത്തില്ലെങ്കിൽ അത് കുറ്റകരമാണ്. നല്ല തീബുൻ നഫ്സ്, അതായത് നല്ല മനസ്സോടുകൂടെ ഒരാൾ ക്ഷണിച്ചിട്ട് നമ്മൾ തലക്കനം കൊണ്ട് പോയില്ലെങ്കിൽ അത് വളരെ കുറ്റകരമായ കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കുക. ജഅലനല്ലാഹു മിനല്ലദീന യസ്തമിഊനൽ ഖൗൽ ഫയത്തബിഊന അഹ്സന. അഖൂലു ഹാദൽ ഖൗൽ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا دائما كما أمر وأشهد أن لا إله إلا الله وحده لا شريك له إرغاما لمن جحد به وكفر وأشهد أن محمدا عبده ورسوله خير من وعظ واعتبر وخير من خطب على المنبر وخير من بشر وأنذر صلى الله عليه وعلى آله وصحبه ما اتصلت عين بنظر وأذن بخبر وسلم تسليما كثيرا. أيها الإخوة والأخوات اتقوا الله حق تقواه وراقبوه مراقبة من يعلم أنه يسمع ويرى. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മുസ്ലിങ്ങൾ തമ്മിലുള്ള കടമകളാണ് ഈ കഴിഞ്ഞ 2 ഖുതുബയിൽ സൂചിപ്പിച്ചത്. ഒന്നാമത്തെ കടമ തമ്മിൽ കാണുമ്പോൾ സലാം ചൊല്ലുക, സലാം മടക്കുക. സലാം ചൊല്ലൽ സുന്നത്താണെങ്കിൽ സലാം മടക്കൽ നിർബന്ധമാണ്. കഴിഞ്ഞ ഖുതുബയിൽ വിശദമായി സംസാരിച്ചു. രണ്ടാമത്തത് ഇജാബത്തു ദഅവയാണ്, ക്ഷണിച്ചാൽ സ്വീകരിക്കുക. 2 ഹദീസിൽ വന്നു. ഇമാം മുസ്ലിമും ബുഖാരിയും റിപ്പോർട്ട് ചെയ്ത
മുത്തഫഖുൻ അലൈഹായ ഹദീസ്, അതേപ്രകാരം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഈ രണ്ടിലും ഇജാബത്തു ദഅവ, ക്ഷണിച്ചാൽ സ്വീകരിക്കുക എന്ന കാര്യം പരാമർശിച്ചിട്ടുണ്ട്. അതിനുള്ള നിബന്ധനകളും നാം പറഞ്ഞു. അപ്പോൾ ആയതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ദീനിന്റെ അളവുകോൽ കൊണ്ട് അളന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വിലയിരുത്തി വേണം അതിൽ പങ്കെടുക്കലും പങ്കെടുക്കാതിരിക്കലും എന്നാണ് ഇത്തരുണത്തിൽ ഉണർത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതിനെ പിൻപറ്റുവാനും അസത്യം ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിനെ ഉപേക്ഷിക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم سلمنا من آفات الدارين وارزقنا سعادات الدارين وآتنا عزة الدارين. اللهم فارج الهم كاشف الغم مجيب دعوة المضطرين رحمن الدنيا والآخرة ورحيمهما. أنت ترحمنا فارحمنا برحمتك تغنينا بها عن رحمة من سواك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك أعداء الدين. اللهم شتت شملهم وفرق جمعهم وأقلل عددهم وزلزل أقدامهم واجعل الخلاف بينهم برحمتك يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وارحمنا إنك أنت الغفور الرحيم. اذكروا الله العظيم يذكركم واشكروه على نعمه يزدكم وأقم الصلاة إن الصلاة تنهى عن الفحشاء والمنكر ولذكر الله أكبر والله يعلم ما تصنعون.